അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഈ സങ്കീർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഈ വചനത്തിൽ സംസാരിക്കുവാനും കേൾക്കുവാനും ഞങ്ങളെ ബലപ്പെടുത്തണം. കൃപ കൂടെ ഇരിക്കും. എല്ലാ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ താണിരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാര്, അതുപോലെ ഇന്ന് ദൈവവചനം ശുശ്രൂഷിക്കുവാൻ കടന്നു വന്നിട്ടുള്ള ഡോക്ടർ ബിനുമോൻ സാറ് അവറുകളുണ്ട്. അതുപോലെ കൂടപ്പെട്ട എല്ലാ ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സങ്കീർത്തനം 30-ാം സങ്കീർത്തനമാകുന്നു. അതിന്റെ തലക്കെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കാണുന്നത് ഭവന പ്രതിഷ്ഠാ ഗീതം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണെന്ന് കാണുവാൻ സാധിക്കുന്നു. നമ്മൾ സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ അനേക സങ്കീർത്തനങ്ങൾ ദാവീദ് എഴുതിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ സങ്കീർത്തനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പല അവസരങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ വേദനകളിലെല്ലാം നമുക്ക് ഒരു വിടുതൽ സൗഖ്യമായി തീർന്നിട്ടുള്ള സങ്കീർത്തനങ്ങളാണ് അനേകവും ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് എഴുതുവാനിടയായി തീർന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് വായിച്ച ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് 2 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിലും 22-ാം അധ്യായത്തിലുമൊക്കെ അതിനെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേലിന്റെ രാജാവായിരുന്ന ദാവീദ് ഒരു ദിവസം തന്റെ ജനത്തെ എല്ലാം എണ്ണുവാൻ, തന്റെ ഹൃദയത്തിൽ ഒരാഗ്രഹം ഉണ്ടായിട്ട് എണ്ണുവാൻ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹത്തിന്റെ പേര് യോവാബ് എന്നാകുന്നു. യോവാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനോട്, ഒരു ഗവൺമെന്റ് ഒഫീഷ്യലായിരുന്ന ആ മനുഷ്യനോട് ദാവീദ് പറവാനിടയായി തീർന്നു, ഇസ്രായേലിലുള്ള ജനത്തിന്റെ എണ്ണം എടുക്കുവാൻ അദ്ദേഹത്തോട് പറവാനിടയായി തീർന്നു. അത് സാത്താൻ ഇസ്രായേലിന് നേരെ എഴുന്നേറ്റ് ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു. എന്നാൽ തനിക്കത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ദൈവത്തിന്റെ ന്യായവിധി ഒരു മഹാമാരിയായിട്ട് ഇസ്രായേലിന്റെ മേൽ ഇറങ്ങുവാനും ഏകദേശം 70,000 പേര് പട്ടുപോകുവാനിടയായി തീർന്നത് നമ്മൾ ആ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ അവസരത്തിലാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയെന്നാണ് വേദപണ്ഡിതാക്കളൊക്കെ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ നമുക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാതെ അതിന്റെ 6-7 വാക്യങ്ങളൊന്ന് വായിക്കാം. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് ദാവീദ് പറവാനിടയായി തീർന്നു, ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല എന്ന് എന്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. ഏത് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു സുഖകാലം ഉണ്ടാകും. ഏത് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു സുഖകാലം ഉണ്ടാകുമ്പോൾ അവന്റെ ഹൃദയത്തിൽ അവനൊരു തോന്നലുണ്ടാകും, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ ദൈവത്തിന്റെ സഹായം ആവശ്യമില്ല. എന്റെ മാനുഷികമാകുന്ന കഴിവിലും ബുദ്ധിയിലും നിന്നുകൊണ്ട് എന്റെ ആത്മീയ ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊരു ചിന്ത ഉണ്ടാവാനിടയായി തീരും. അങ്ങനെ ദാവീദിന്റെ ജീവിതത്തിൽ ഒരു ചിന്ത ഉണ്ടായപ്പോൾ എന്തോ സംഭവിച്ചു. യഹോവയാകുന്ന ദൈവത്തിന്റെ പ്രസാദം അവനിൽ നിന്ന് മാഞ്ഞുപോയി. ദൈവത്തിന്റെ മുഖം മറയ്ക്കുവാനിടയായി തീർന്നു. ദൈവമക്കളെ, ദൈവത്തിന്റെ മുഖം നമ്മിൽ നിന്ന് മറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്താലാണെന്ന് ഓർക്കണം. ദൈവത്താൽ ദൈവം നമ്മുടെ അനുഗ്രഹങ്ങളും ആത്മീയ നന്മകളും എല്ലാം നിന്നുപോകുവാൻ, മറഞ്ഞു പോകുവാൻ ഇടയായി തീരുമെന്ന സങ്കീർത്തനക്കാരൻ പറയുന്നത്. അങ്ങനെ താൻ ദൈവത്തിലുള്ള ആശ്രയം അല്പനേരം മാറ്റിവെച്ചിട്ട് തന്റേതാകുന്ന ബലത്തിൽ താൻ ഉറച്ചു നിന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ 2 ദിനവൃത്താന്തം 21, 22 അധ്യായങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. അനേകം പേര് ഇസ്രായേലിൽ പട്ടുപോകാനിടയായി തീർന്നു. ദാവീദിന്റെ മേൽ വരേണ്ട ഒരു ന്യായവിധിയായിരുന്നു. എന്നാൽ അവസാനം 70,000 പേര് മഴിക്കുമ്പോൾ ദാവീദ് ദൈവത്തോട് പറയുന്നുണ്ട്, ഇത് എന്റെ മേലും എന്റെ പിതൃഭവനത്തിന്റെ മേലും വരട്ടെ എന്ന് പറയാനിടയായി തീർന്നു. ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുന്നത് ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവന്റെ ഹൃദയത്തിൽ ദൈവത്തോട് അടുക്കുവാനിടയായി തീർന്നു. അവൻ ദൈവസന്നിധിയിലേക്ക് താഴുവാനിടയായി തീർന്നു. ആ താഴുവാനിടയായപ്പോൾ ദൈവം ഇതിനൊരു നീക്കുപോക്ക് കൊടുക്കുവാനിടയായി തീർന്നു. അതിനെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരനാകുന്ന ദാവീദ് പറഞ്ഞത്, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു എന്ന് പറയാനിടയായി തീർന്നത്. ദൈവം എന്തിൽ നിന്നെല്ലാമാണ് സങ്കീർത്തനക്കാരനാകുന്ന ദാവീദിനെ ഉദ്ധരിച്ചതെന്നറിയാമോ? അവന്റെ ജീവിതത്തിൽ അവനുണ്ടായ ഒരു ചെറിയ പരാജയം, അവന്റെ ജീവിതത്തിൽ അവന്റെ ഹൃദയത്തിൽ തോന്നിയ ഒരു ചിന്ത, ഇതെല്ലാം ഒരു പാപമായി തന്റെ ജീവിതത്തിൽ വരുവാനിടയായി തീർന്നു. തന്നെ ദൈവം പാപത്തിൽ നിന്ന് വലിച്ചു കയറ്റുവാനിടയായി തീർന്നു. ദാവീദിനെ മരണത്തിൽ നിന്ന് ദൈവം വലിച്ചു കയറ്റുവാനിടയായി തീർന്നു. ഇതൊക്കെയാണ് ഈ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ദൈവമക്കളെ, ഞാൻ ഈ വചനത്തിൽ നിന്ന് ഓർപ്പിക്കാം, നമ്മുടെ ജീവിതത്തിൽ നാം പോകുന്ന ഏതുവിധ പ്രതിസന്ധി കൂടി കടന്നു പോകുമ്പോഴും
ആ വലിയ നാശകരമായ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റുവാൻ ശക്തനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നമ്മളെ ഏതുവിധ നാശകരമായ കുഴിയിൽ നമ്മൾ അകപ്പെട്ടു പോയാലും അതിൽ നിന്ന് വലിച്ചു കയറ്റാൻ പ്രാപ്തനാകുന്ന ദൈവത്തെ നാം സേവിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും നാശകരമായ കുഴിയിൽ ഓരോ വ്യക്തികളും കിടക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കണം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞു വരുവാനിടയായി തീരണം. ദൈവത്തിന്റെ മുഖത്തിന്റെ പ്രസാദം അന്വേഷിക്കുന്നവന് മാത്രമേ ഈ നാശകരമായ കുഴിയിൽ നിന്ന്, മരണത്തിന്റെ ശവക്കുഴിയിൽ നിന്ന് കയറി വരുവാൻ കഴിയത്തുള്ളൂ. ദാവീദ് എപ്പോൾ കയറി വരുവാനിടയായി തീർന്നു? എപ്പോൾ ദൈവസന്നിധിയിലേക്ക് അവനെ സമർപ്പിക്കുവാനിടയായി തീർന്നു? എപ്പോൾ അവൻ ദൈവസന്നിധിയിൽ താഴുവാനിടയായി തീർന്നു? അപ്പോൾ ഈ പ്രതിസന്ധിയിൽ നിന്ന് ദൈവം അവനെ വിടുവിക്കുവാനിടയായി തീർന്നെന്നാണ് കാണുന്നത്. അതുകൊണ്ടാണ് ദാവീദ് 1-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞത്, യഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. നമ്മുടെ എല്ലാ ജീവിതത്തിൽ ശത്രുക്കളുണ്ട്, പക്ഷെ നമുക്കതറിയത്തില്ല. എന്നാൽ നമ്മുടെ വീഴ്ച കാണുവാൻ അവർ നോക്കിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു കാണുവാൻ അവർ നോക്കി നിൽക്കുക. എന്നാൽ ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വീഴുവാൻ തക്കോണം പിശാച് തെള്ളിയാലും ദൈവം നമ്മെ താങ്ങുന്നൊരു ദൈവമാണ്. നമ്മൾ വീണാലും നമ്മൾ നിരമ്പരിചാകയില്ല. കാരണം എന്താണെന്നറിയാമോ? നാം ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട്. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണോ? ദൈവം നമ്മെ അതെല്ലാം വിടുവിക്കുന്ന ദൈവമാണെന്ന് കാണുവാൻ കഴിയുന്നത്. നമ്മൾ 8-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നു, യഹോവയെ ഞാൻ നിന്നോട് നിലവിളിച്ചു, യഹോവയോട് ഞാൻ യാചിച്ചു, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എന്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? ദാവീദിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ ദൈവത്തോട് നിലവിളിക്കുവാനിടയായി തീർന്നു, യാചിക്കുവാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്തോ ചെയ്യണം? നമ്മൾ ദൈവസ്ഥനെ നമ്മുടെ ശബ്ദം ഉയർത്തി നിലവിളിക്കുവാനിടയായി തീരണം. ദൈവത്തോട് യാചിക്കുവാനിടയായി തീരണം. ദൈവത്തോട് യാചിക്കുവാനിടയായി തീരണം. നമ്മുടെ പ്രതിസന്ധികൾ ഓരോന്നും, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ ദൈവത്തോട് നമ്മുടെ വാ തുറന്ന് പറവാനിടയായി തീരണം. നമ്മുടെ വാ തുറന്ന് നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ മാത്രമേ ദൈവം നമ്മെ ആ പ്രതിസന്ധിയിൽ നിന്ന് വലിച്ചു കയറ്റത്തുള്ളൂ. വായടച്ച് മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കാതെ ദൈവസന്നിധിയിൽ ഇരുന്നാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഈ പ്രതിസന്ധി നമ്മളെ കണ്ടേ പോകത്തുള്ളൂ. ഈ നാശം നമ്മളെ കണ്ട് പോകാനിടയായി തീരും. അതുകൊണ്ട് ഒരു ഭക്തന്റെ ജീവിതത്തിൽ എപ്പോഴും വേണ്ടത് ദൈവവുമായിട്ട് അടുത്തൊരു ബന്ധമാണ് വേണ്ടത്. ദൈവവുമായിട്ട് അടുത്ത ബന്ധം വേണം. ദൈവത്തോട് പ്രാർത്ഥനയിൽ അടുത്തിരിക്കുവാനിടയായി തീരണം. ദൈവത്തോട് യാചനയിൽ അടുത്തിരിക്കുവാനിടയായി തീരണം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുവാനിടയായി തീരും. നമ്മുടെ ജീവിതത്തിൽ ശത്രു നമുക്ക് കുഴി കുഴിച്ചിട്ടിരിക്കുക, കെണികൾ ഒരുക്കി വെച്ചിരിക്കുക, മരണത്തിന്റെ കെണികൾ നമ്മളെ നശിപ്പിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുത്തുവാൻ ഒക്കെ സാത്താൻ പലവിധമാകുന്ന പദ്ധതികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഇതിൽ നിന്നെല്ലാം ദൈവം നമ്മെ ഉദ്ധരിച്ച് വീണ്ടെടുത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ അവൻ എന്തെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഒന്നോർത്തോണം, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അവൻ തകർന്നു പോകുവാനിടയാകത്തില്ല. ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അവൻ നശിച്ചു പോകുവാനിടയാകത്തില്ല. ശത്രുവിന് നിന്നെ കുറിച്ച് പല ഉദ്ദേശങ്ങൾ കാണും. ദുഷ്ടപിശാചിന് നിന്നെ കുറിച്ച് പല ഉദ്ദേശങ്ങൾ കാണും. അതിനല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. ദൈവം നിന്നെ കണ്ടിരിക്കുന്നത് നീ ജയാളിയായി നിൽക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ ദൈവം ജയത്തിന്റെ കൊടിയാകുന്ന ദൈവം, നിശ്ചയാകുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ദാവീദിന്റെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചു? ദാവീദ് ദൈവത്തോട് നിലവിളിക്കുവാനും യാചിക്കുവാനിടയായി തീർന്നപ്പോൾ അവന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുവാനിടയായി തീർന്നു. ദൈവം അവനെ വീണ്ടെടുക്കുവാനിടയായി തീർന്നു. അവന്റെ എല്ലാ പ്രയാസങ്ങളും ശത്രുക്കളുടെ മുമ്പിൽ അവൻ ലജ്ജിച്ച് തല താഴ്ത്തേണ്ട വന്നില്ല. കാരണം ദൈവത്തിന്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഇതിന്റെ 11-ാം വാക്യത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ കാണുന്നത്, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഇവിടെ കാണുന്നത്, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. നമ്മുടെ ജീവിതത്തിൽ അനേകം വിലാപത്തിന്റെ സമയങ്ങൾ കടന്നു പോയിട്ടുണ്ട്. രട്ടിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അറിയാം, ചാക്കുകൊണ്ടുള്ള ഒരു വസ്ത്രമാണ്. എന്നിട്ട് ചാരത്തിനകത്ത് പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് രട്ട്. യഹൂദന്മാരുടെ ഒരു ആരാധനയുടെ ഓരോ ഭാഗങ്ങളിൽ പാപം സംബന്ധിച്ചുള്ള ഓരോ പ്രവൃത്തികളിൽ അവർ ചെയ്യുന്നതാണ്. എന്നാൽ ദൈവം എന്തോ ചെയ്തു? അവന്റെ രട്ടിനെ അഴിച്ച് മാറ്റുവാനിടയായി തീർന്നു. അവന്റെ രട്ടിനെ അഴിച്ച് മാറ്റി അവനെ ആ ചാരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ, വെണ്ണീറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഓർത്തോണം, ഇതൊക്കെ രട്ടിന്റെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരും. വേദനയുടെ അവസ്ഥകൾ വരും, മനസ്സ് തകരുന്ന അവസ്ഥകൾ വരും.
ശവക്കുഴിയുടെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരും, രോഗത്തിന്റെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഒന്നോർത്തു, ഇതിന്റെ മുമ്പിൽ പതറാതെ തളരാതെ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുവാൻ തയ്യാറാണ്. യഹോവയിൽ ആശ്രയിച്ച് നിൽക്കുന്നവൻ ഒരു നാളും തളർന്നു പോകുകയില്ല. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും ക്ഷീണിച്ചു പോകുകയില്ലെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആ ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ എന്തോ സംഭവിക്കും? ഇതിൽ നിന്നെല്ലാം പിടിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മോട് കൂടെ ഉള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്നൊക്കെ രാവാർക്കും. കരച്ചിലിന്റെ രാത്രികൾ നമ്മുടെ ജീവിതത്തിൽ വരും, പ്രയാസത്തിന്റെ അവസ്ഥകൾ ജീവിതത്തിൽ. എന്നാൽ അതൊക്കെ ആ രാത്രി കഴിയുമ്പോൾ മാറിപ്പോകും. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ആ രാത്രികളെ തരണം ചെയ്ത് അവൻ മുന്നോട്ട് പോകാനിടയായിത്തീരും. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? കരച്ചിൽ വന്ന് രാവാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഒരു പുതിയൊരു പ്രഭാതം ദൈവം നമുക്ക് തരുവാനിടയായിത്തീരും. നമ്മുടെ എത്രയോ ജീവിതത്തിന്റെ അവസ്ഥകൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിട്ടുണ്ട്. ഇനി ഈ രാത്രിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരുമോ? എന്റെ ജീവിതത്തിന്റെ ഇരുട്ടിന്റെ അവസ്ഥകളിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരുമോ? എന്നാൽ അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ദൈവം എന്തോ ചെയ്തു? നമ്മുടെ ജീവിതത്തെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ആ ആനന്ദത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകാനിടയായിത്തീരുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിന്റെ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദ് ദൈവത്തിനോട് നന്ദിയായിട്ട് പറയുന്നു, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത് തന്നെ. എന്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവം നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ തരുമ്പോൾ, അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ എന്തോ ചെയ്യണമെന്നറിയാമോ? നമ്മുടെ വാ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായിത്തീരണം. നിന്റെ വാ തുറന്ന് നീ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ മാത്രമേ നിന്റെ ജീവിതത്തിൽ നിനക്ക് ദൈവം ചെയ്ത പ്രവൃത്തിക്ക് ഒരു നന്ദി പറയാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. എന്തുകൊണ്ടാ? ഇവിടുത്തെ വൈദ്യശാസ്ത്രത്തിന് ചിലപ്പോൾ നിന്നെ വിടുവിപ്പാൻ കഴിയത്തില്ല, നിന്നെ ആർക്ക് സഹായിക്കാൻ കഴിയത്തില്ല, ഒരു മനുഷ്യന് നിന്നെ പോകുന്ന അവസ്ഥകളിൽ നിന്നെ വീണ്ടെടുക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് അവൻ നിന്നെ ഈ പ്രതിസന്ധികളിൽ നിന്ന് വീണ്ടെടുക്കുന്ന ദൈവമാണ്. അപ്പോൾ നമ്മൾ നിശ്ചയമായും ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ ഹൃദയം തുറന്ന് വാ തുറന്ന് ദൈവത്തോട് പൂർണ്ണ ശക്തിയോട് പൂർണ്ണ ആത്മാവിന് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയായിത്തീരണം. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കൂടി പോകുമ്പോൾ ഒന്നോർത്തോണം, ദൈവം നമ്മെ കൈവിടുന്ന ദൈവമല്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കുകയുമില്ലെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആ ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് ഇരിക്കട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിൽ താണിരിക്കുന്നത് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.